രാജ്യത്തെ ഞെട്ടിച്ചും ഇരുത്തി ചിന്തിപ്പിച്ചും രാഹുൽ ഗാന്ധിയുടെ ഗുരുതര ആരോപണം. കേന്ദ്ര സർക്കാരിനേക്കാളേറെ ഇപ്പോൾ പ്രതിരോധത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളും. നിസാരമെന്നോ ബാലിശമെന്നോ തള്ളാനാവാത്ത വിധത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ രേഖ വോട്ടർ പട്ടിക ആയുധമാക്കി രാഹുൽ ആരോപണങ്ങൾ നിരത്തിയത്. വോട്ട് കട്ടെടുത്താണ് മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നത് എന്ന് രാഹുൽ പറഞ്ഞു വെക്കുന്നു. 2023 ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പ് മുതൽ പ്രത്യേകതരം ഒരു കള്ളക്കളി വോട്ടിംഗിൽ നടക്കുന്നുണ്ട് എന്ന് സംശയിച്ചു തുടങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അത് കൃത്യമായി ബോധ്യപ്പെട്ടുവെന്ന് രാഹുൽ പറയുന്നു. മഹാരാഷ്ട്രയിലും കർണാടകയിലുമായി 1 കോടിയിലേറെ പേരെ തിരികെ കയറ്റി വോട്ടർ പട്ടികയിൽ. വൈകിട്ട് 5 മണി കഴിഞ്ഞ് മഹാരാഷ്ട്രയിൽ പോളിംഗ് അവിശ്വസനീയമാം വിധം കൂടി എന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു. കർണാടകയിലെ ഒരു നിയമസഭാ മണ്ഡലത്തെ ഉദാഹരണമായാണ് രാഹുൽ പറയുന്നത്. അവിടെ ഇരട്ട വോട്ടർമാർ, വ്യാജ വിലാസങ്ങൾ, ഒറ്റ വിലാസത്തിൽ കൂടുതൽ വോട്ടർമാർ, വ്യാജ ഫോട്ടോകൾ, ഫോം 6 ദുരുപയോഗം, അങ്ങനെ തുടങ്ങി വ്യത്യസ്ത മാർഗങ്ങളിൽ 1 ലക്ഷത്തിലേറെ കള്ളവോട്ട് രേഖപ്പെടുത്തലുണ്ടായി, അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ചേർത്തലുണ്ടായി എന്ന് രാഹുൽ